നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ചില ആളുകൾക്ക് അവർ ആഗ്രഹിക്കുന്നതെന്തും, അതൊരു ജോലിയാകട്ടെ, പണമാകട്ടെ, സ്നേഹമാകട്ടെ, അതെല്ലാം വളരെ എളുപ്പത്തിൽ യാതൊരു കഷ്ടപ്പാടും കൂടാതെ ലഭിക്കുന്നത്? എന്നാൽ മറ്റു ചിലർ രാവും പകലും കഷ്ടപ്പെട്ടാലും എത്രയൊക്കെ ശ്രമിച്ചാലും അവർ ഉദ്ദേശിച്ച ഫലത്തിലേക്ക് ഒരിക്കലും എത്തിച്ചേരുന്നില്ല. ഒരേ കഴിവുള്ള രണ്ടുപേർ, പക്ഷെ ഒരാൾ വിജയിക്കുന്നു, മറ്റൊരാൾ പരാജയപ്പെടുന്നു. എന്താണ് ഇതിനു പിന്നിലെ യഥാർത്ഥ കാരണം? ഇത് വെറും ഭാഗ്യമാണോ? അതോ നമ്മൾ കാണാത്ത മറ്റെന്തെങ്കിലും ശക്തി ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടിയാണ് നിങ്ങളിവിടെ എത്തിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾ കൃത്യമായ സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. കാരണം ഇതിനുത്തരം ഭാഗ്യം എന്ന വാക്കിലല്ല, മറിച്ച് വൈബ്രേഷൻ എന്ന ശാസ്ത്രത്തിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന ഈ പ്രപഞ്ചം ഒരു വലിയ സമുദ്രം പോലെയാണ്. പക്ഷേ ഇതൊരു വെള്ളത്താൽ ചുറ്റപ്പെട്ട സമുദ്രമല്ല, മറിച്ച് ഊർജ്ജത്താൽ നിർമ്മിക്കപ്പെട്ട ഒരു സമുദ്രമാണ്. നമ്മൾ ഓരോരുത്തരും, നമ്മുടെ ചിന്തകളും ശരീരവും എല്ലാം ഊർജ്ജമാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു തെറ്റ് വരുത്താറുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് ലഭിക്കുമെന്നാണ്. എന്നാൽ സത്യമതല്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല നിങ്ങൾക്ക് ലഭിക്കുന്നത്, മറിച്ച് നിങ്ങൾ ആരായിരിക്കുന്നുവോ അതാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ലളിതമായി പറഞ്ഞാൽ, നിങ്ങൾ പുറത്തേക്ക് വിടുന്ന ഊർജ്ജം ഏതാണോ അതാണ് തിരികെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ഇതിനെയാണ് നമ്മൾ വൈബ്രേഷൻ എന്ന് വിളിക്കുന്നത്. നിങ്ങളുടെ വൈബ്രേഷൻ താഴ്ന്നതാണെങ്കിൽ നിങ്ങൾ എത്ര കഠിനാധ്വാനം ചെയ്താലും നിരാശയും പരാജയവും മാത്രമേ നിങ്ങളെ തേടിയെത്തൂ. എന്നാൽ നിങ്ങളുടെ വൈബ്രേഷൻ ഉയർന്നതാണെങ്കിൽ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ തുടങ്ങും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെറുതെ പോസിറ്റീവായി ചിന്തിക്കുന്നതിനെക്കുറിച്ചല്ല, മറിച്ച് നിങ്ങളുടെ വൈബ്രേഷൻ എങ്ങനെ ശാസ്ത്രീയമായും ആത്മീയമായും ഉയർത്താം എന്നതിനെക്കുറിച്ചാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളെ തേടി ഇങ്ങോട്ട് വരുന്ന ഒരവസ്ഥയിലേക്ക് എങ്ങനെ മാറാം എന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നു. ഇതൊരു സാധാരണ വീഡിയോ അല്ല, ഇതൊരു വർക്ക്ഷോപ്പ് പോലെയാണ്. അതുകൊണ്ട് പൂർണ്ണ ശ്രദ്ധയോടെ ഇത് കേൾക്കുക. നമ്മൾ ആഴത്തിലുള്ള വിഷയങ്ങളിലേക്ക് കടക്കുന്നതിനു മുൻപ് ഈ പോസിറ്റീവ് എനർജി ഇപ്പോൾ തന്നെ സ്വന്തമാക്കുന്നതിനു വേണ്ടി ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം മൈ വൈബ്രേഷൻ ഈസ് റൈസിംഗ് എന്ന് താഴെ കമന്റ് ചെയ്യുക. നിങ്ങളെടുക്കുന്ന ഓരോ ചെറിയ പ്രവൃത്തിയും പ്രപഞ്ചത്തോടുള്ള നിങ്ങളുടെ മറുപടിയാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്താണ് യഥാർത്ഥത്തിൽ ഈ വൈബ്രേഷൻ? ആൽബർട്ട് ഐൻസ്റ്റീൻ മുതൽ നിക്കോള ടെസ്ല വരെയുള്ള ശാസ്ത്രജ്ഞർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്: എല്ലാം ഊർജ്ജമാണ്. ഒരു റേഡിയോ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെയാണ് നിങ്ങളും. നിങ്ങൾക്ക് 93.5 FM കേൾക്കണമെങ്കിൽ നിങ്ങളുടെ റേഡിയോ കൃത്യമായി 93.5-ൽ ട്യൂൺ ചെയ്യണം. 90-ൽ ട്യൂൺ വെച്ചിട്ട് 93.5-ലെ പാട്ട് കേൾക്കാൻ കഴിയില്ല എന്ന് വാശി പിടിച്ചിട്ട് കാര്യമുണ്ടോ? ഇതുപോലെയാണ് നിങ്ങളുടെ ജീവിതവും. പണം, സന്തോഷം, ആരോഗ്യം ഇവയെല്ലാം ഓരോ ഫ്രീക്വൻസിയിലാണ് നിൽക്കുന്നത്. ഇവയെല്ലാം ഉയർന്ന വൈബ്രേഷനുകളാണ്. എന്നാൽ സങ്കടം, ദേഷ്യം, അസൂയ, ഭയം എന്നിവയെല്ലാം താഴ്ന്ന വൈബ്രേഷനുകളാണ്. നിങ്ങൾ എപ്പോഴും ദേഷ്യത്തിലും പരാതിയിലുമാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ റേഡിയോ ട്യൂൺ ചെയ്തിരിക്കുന്നത് താഴ്ന്ന തലത്തിലേക്കാണ്. അവിടെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഉയർന്ന തലത്തിലുള്ള പണത്തെയോ സന്തോഷത്തെയോ ആകർഷിക്കാൻ കഴിയില്ല. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ട്യൂണിംഗ് മാറ്റാം? എങ്ങനെ നമ്മുടെ ഫ്രീക്വൻസി മാറ്റാം? അതിന് കൃത്യമായ ചില ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ വികാരങ്ങളെ തിരിച്ചറിയുക എന്നതാണ്. നിങ്ങളുടെ വൈബ്രേഷൻ ഇപ്പോൾ ഏത് നിലയിലാണെന്ന് അറിയാൻ നിങ്ങൾക്ക് 1 മീറ്ററിന്റെയും ആവശ്യമില്ല. നിങ്ങളുടെ മനസ്സ് തന്നെയാണ് ഏറ്റവും വലിയ അളവുകോൽ. നിങ്ങൾക്കിപ്പോൾ എന്തു തോന്നുന്നു? നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉയർന്ന വൈബ്രേഷനിലാണ്. മറിച്ച് നിങ്ങൾക്ക് ഉത്കണ്ഠയോ പേടിയോ ആണ് തോന്നുന്നതെങ്കിൽ നിങ്ങൾ താഴ്ന്ന വൈബ്രേഷനിലാണ്. പലരും ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുമ്പോൾ വരുത്തുന്ന വലിയ തെറ്റ്, അവർ രാവിലെ എഴുന്നേറ്റ് 5 മിനിറ്റ് അവരുടെ സ്വപ്നങ്ങളെക്കുറിച്ച് എഴുതും അല്ലെങ്കിൽ ചിന്തിക്കും. പക്ഷേ ബാക്കി 23 മണിക്കൂറും 55 മിനിറ്റും അവർ പഴയതുപോലെ തന്നെ പരാതികൾ പറഞ്ഞും ദേഷ്യപ്പെട്ടും ജീവിക്കും. ഓർക്കുക, പ്രപഞ്ചം നിങ്ങളുടെ വാക്കുകളല്ല കേൾക്കുന്നത്, നിങ്ങളുടെ വൈബ്രേഷനാണ് കേൾക്കുന്നത്. അതുകൊണ്ട് 24 മണിക്കൂറും ഉയർന്ന ഊർജ്ജം നിലനിർത്തുക എന്നതാണ് പ്രധാനം. രണ്ടാമത്തെ കാര്യം, നന്ദി പറയുന്ന ശീലം. വൈബ്രേഷൻ ഉയർത്താനുള്ള ഏറ്റവും എളുപ്പവും വേഗമേറിയതുമായ വഴിയാണിത്. നന്ദി എന്നത് പ്രപഞ്ചത്തിലെ ഏറ്റവും ഉയർന്ന വൈബ്രേഷനുകളിലൊന്നാണ്. നിങ്ങൾക്കില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്തു വിഷമിക്കുന്നതിനു പകരം ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ചെറിയ കാര്യങ്ങൾക്ക് നന്ദി പറയാൻ തുടങ്ങുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ജീവിച്ചിരിക്കുന്നതിന് നന്ദി പറയുക. കുടിക്കാൻ വെള്ളം ലഭിക്കുന്നതിന് നന്ദി പറയുക. നന്ദി പറയുക എന്നത് വെറുതെ ഒരു വാക്ക് പറയലല്ല, അത് ഹൃദയത്തിൽ നിന്ന് അനുഭവപ്പെടണം. നിങ്ങൾ എന്തിനൊക്കെ നന്ദി പറയുന്നുവോ അത്തരം കാര്യങ്ങൾ കൂടുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങും. എനിക്ക് പണമില്ല എന്ന് പറയുന്നതിനു പകരം എന്റെ ആവശ്യങ്ങൾക്കുള്ള പണം തരുന്ന പ്രപഞ്ചത്തിന് നന്ദി എന്ന് പറഞ്ഞു നോക്കൂ. ആ മാറ്റം നിങ്ങളുടെ ഊർജ്ജത്തിൽ സംഭവിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ ചുറ്റുപാട് ശ്രദ്ധിക്കുക. നിങ്ങൾ ആരുമായിട്ടാണ് കൂടുതൽ സമയം ചിലവഴിക്കുന്നത്? എപ്പോഴും കുറ്റങ്ങളും കുറവുകളും പറയുന്ന നെഗറ്റീവായ ആളുകളുടെ കൂടെയാണോ നിങ്ങൾ നിൽക്കുന്നത്? എങ്കിൽ സൂക്ഷിക്കുക, അവരുടെ വൈബ്രേഷൻ നിങ്ങളെയും ബാധിക്കും. നിങ്ങളുടെ ഊർജ്ജം വലിച്ചെടുക്കുന്ന ആളുകളിൽ നിന്നും
വാർത്തകളിൽ നിന്നും സോഷ്യൽ മീഡിയയിലെ നെഗറ്റീവ് കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക. നിങ്ങൾക്ക് ചുറ്റും പോസിറ്റീവായ വലിയ സ്വപ്നങ്ങളുള്ള, നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളെക്കൊണ്ട് നിറയ്ക്കുക. ഇനി അത്തരം ആളുകൾ ചുറ്റിലുമില്ലെങ്കിൽ നല്ല പുസ്തകങ്ങൾ വായിക്കുക, നല്ല വീഡിയോകൾ കാണുക. നിങ്ങളുടെ മനസ്സിന് കൊടുക്കുന്ന ഭക്ഷണം വളരെ പ്രധാനമാണ്. നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങളാണ് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ പതിയുന്നത്. ആ ഉപബോധ മനസ്സാണ് നിങ്ങളുടെ വൈബ്രേഷൻ തീരുമാനിക്കുന്നത്. 4ാമത്തെ പ്രധാന ഘട്ടം ദൃശ്യവൽക്കരണം വികാരത്തോടുകൂടി ചെയ്യുക. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് വിഷ്വലൈസേഷൻ ചെയ്യണമെന്ന്. കണ്ണടച്ച് നിങ്ങൾക്ക് വേണ്ട കാറോ വീടോ ജോലിയോ സങ്കൽപ്പിക്കുക. പക്ഷേ ഇവിടെയാണ് ട്വിസ്റ്റ്. വെറുതെ സിനിമ കാണുന്നതുപോലെ കണ്ടാൽ പോരാ. അത് ഇപ്പോൾ സംഭവിച്ചാൽ നിങ്ങൾക്ക് എന്തു തോന്നും? ആ വികാരം ഇപ്പോൾ അനുഭവിക്കാൻ കഴിയണം. ഉദാഹരണത്തിന്, നിങ്ങളൊരു പുതിയ കാർ ആഗ്രഹിക്കുന്നു. കണ്ണടച്ച് ആ കാറിന്റെ സീറ്റിലിരിക്കുന്നത് കാണുക. ആ പുതിയ കാറിന്റെ മണം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? സ്റ്റിയറിംഗ് വീലിൽ പിടിക്കുമ്പോൾ ഉള്ള ആ തണുപ്പ് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? ആ സന്തോഷം ഇപ്പോൾ തന്നെ നിങ്ങളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിയിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ ശരിയായ പാതയിലാണ്. പ്രപഞ്ചത്തിന് ഭാവി എന്നൊന്നില്ല. പ്രപഞ്ചത്തിന് ഇപ്പോൾ മാത്രമേയുള്ളൂ. നിങ്ങൾക്ക് അത് ഇപ്പോൾ ലഭിച്ചു എന്ന വികാരത്തിൽ നിൽക്കുമ്പോൾ പ്രപഞ്ചം അത് നിങ്ങളുടെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാൻ നിർബന്ധിതമാകും. നിങ്ങളുടെ മസ്തിഷ്കത്തിന് നിങ്ങൾ ഭാവനയിൽ കാണുന്നതും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ ആ ഫീലിംഗിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ വൈബ്രേഷൻ ആ ആഗ്രഹത്തിന് തുല്യമായി മാറും. 5ാമത്തെ കാര്യം സ്വയം സ്നേഹിക്കുക. ഇത് പലരും അവഗണിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളെത്തന്നെ സ്നേഹിക്കാത്ത ഒരാൾക്ക് എങ്ങനെ പുറത്തുനിന്നും സ്നേഹം ആകർഷിക്കാൻ കഴിയും? നിങ്ങൾ നിങ്ങളെത്തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കിതിന് അർഹതയില്ല എന്ന വൈബ്രേഷനാണ് നിങ്ങൾ പുറത്തുവിടുന്നത്. നിങ്ങളുടെ ശരീരത്തെ സ്നേഹിക്കുക. നല്ല ഭക്ഷണം കഴിക്കുക. വ്യായാമം ചെയ്യുക. വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എൻഡോർഫിനുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അത് സ്വാഭാവികമായും നമ്മുടെ വൈബ്രേഷൻ ഉയർത്തുന്നു. നിങ്ങൾ കണ്ണാടിയിൽ നോക്കി നിങ്ങളെത്തന്നെ അഭിനന്ദിക്കാൻ പഠിക്കുക. ഞാൻ പൂർണ്ണനാണ്, അല്ലെങ്കിൽ ഞാൻ പൂർണ്ണയാണ് എന്ന് സ്വയം പറയുക. നിങ്ങൾ നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങുമ്പോൾ ലോകം നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങും. 6ാമത്തെ കാര്യം വിട്ടുകൊടുക്കുക. ഇതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം, എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതും. നിങ്ങളൊരു ആഗ്രഹം വെച്ചു, അതിനായി വിഷ്വലൈസ് ചെയ്തു. ഇനി അത് എപ്പോൾ നടക്കും, എങ്ങനെ നടക്കുമെന്ന് ചിന്തിച്ച് ഉത്കണ്ഠപ്പെടരുത്. നിങ്ങളൊരു ഹോട്ടലിൽ പോയി ഭക്ഷണം ഓർഡർ ചെയ്താൽ ഓരോ 5 മിനിറ്റിലും അടുക്കളയിൽ പോയി എന്റെ ഭക്ഷണം റെഡിയായോ എന്ന് ചോദിക്കാറില്ലല്ലോ. ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അത് വരും എന്ന വിശ്വാസം നിങ്ങൾക്കുണ്ട്. അതുപോലെ പ്രപഞ്ചത്തിൽ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അത് വിട്ടുകൊടുക്കുക. എങ്ങനെ എന്നുള്ളത് നിങ്ങളുടെ ജോലിയല്ല, അത് പ്രപഞ്ചത്തിന്റെ ജോലിയാണ്. നിങ്ങളെപ്പോൾ എങ്ങനെ നടക്കും എന്ന് സംശയിക്കുന്നുവോ അപ്പോൾ നിങ്ങൾ തടസ്സം സൃഷ്ടിക്കുകയാണ്. ആഗ്രഹം മുറുകെ പിടിച്ചിരിക്കാതെ അത് നടന്നാലുമില്ലെങ്കിലും ഞാൻ സന്തോഷവാനാണ് എന്ന മാനസികാവസ്ഥയിലേക്കെത്തുക. അപ്പോഴാണ് മാജിക് സംഭവിക്കുന്നത്. ഫലത്തെക്കുറിച്ച് ആകുലപ്പെടാതിരിക്കലാണ് ആകർഷണത്തിന്റെ രഹസ്യം. ഈ ആശയങ്ങളെല്ലാം ഒറ്റരാത്രി കൊണ്ട് നടപ്പിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇതൊരു ശീലമാണ്. ജിമ്മിൽ പോയി മസിലുണ്ടാക്കുന്നത് പോലെ ദിവസവും ഇത് പരിശീലിക്കണം. ആദ്യം ചെറിയ കാര്യങ്ങളിൽ പരീക്ഷിച്ചു നോക്കൂ. ഉദാഹരണത്തിന്, ഒരു കപ്പ് കാപ്പി സൗജന്യമായി ലഭിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പഴയ സുഹൃത്ത് വിളിക്കുന്നത്. അങ്ങനെ ചെറിയ കാര്യങ്ങൾ ആകർഷിക്കാൻ ശ്രമിക്കുക. അത് നടക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കും. നമ്മൾ അവസാനത്തിലേക്ക് അടുക്കുകയാണ്. ഈ അറിവുകൾ കേട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല, അത് പ്രാവർത്തികമാക്കണം. നിങ്ങളിത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജി അനുഭവപ്പെടുന്നുണ്ടാകും. അതാണ് നിങ്ങളുടെ വൈബ്രേഷൻ മാറുന്നത്. നിങ്ങൾ ഈ യാത്രയിൽ ഒറ്റയ്ക്കല്ല. ഈ വീഡിയോ കാണുന്ന ആയിരക്കണക്കിന് ആളുകൾ ഒരേ ലക്ഷ്യത്തോടെ ഒരേ വൈബ്രേഷനിലാണ് നിൽക്കുന്നത്. ഈ കമ്മ്യൂണിറ്റിയുടെ ശക്തി വലുതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ എനർജി ഉറപ്പിക്കുന്നതിനു വേണ്ടി നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും കമന്റ് ബോക്സിൽ ഐ അക്സെപ്റ്റ് മൈ അബണ്ടൻസ് എന്ന് കമന്റ് ചെയ്യുകയും ചെയ്യുക. ഇത് നിങ്ങളുടെ ഒരു പ്രഖ്യാപനമാണ്. ഓർക്കുക, നിങ്ങളുടെ പുറത്തുള്ള ലോകം മാറണമെങ്കിൽ ആദ്യം നിങ്ങളുടെ ഉള്ളിലെ ലോകം മാറണം. കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബത്തെ മാറ്റാൻ കണ്ണാടിയിൽ തൊട്ടിട്ട് കാര്യമില്ല, നിങ്ങളുടെ മുഖം മാറണം. അതുപോലെ ജീവിത സാഹചര്യങ്ങൾ മാറാൻ നിങ്ങളുടെ വൈബ്രേഷൻ മാറ്റുക. നിങ്ങളൊരു കാന്തമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളെ തേടി വരികയല്ല, നിങ്ങൾ എന്താണോ അത് നിങ്ങളെ തേടി വരുന്നു. അതുകൊണ്ട് സന്തോഷമായിരിക്കുക, നന്ദിയുള്ളവരായിരിക്കുക, ഉയർന്ന ചിന്തകളിൽ ജീവിക്കുക. ബാക്കിയെല്ലാം തനിയെ സംഭവിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ അധ്യായം തുടങ്ങാൻ പോകുകയാണ്. അത് വിശ്വസിക്കുക.